ഹായ്, ഞാൻ അരുൺ. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈമവേറ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാം ആൻഡ് വീണ്ടും എങ്ങനെ റീഇൻസ്റ്റാൾ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ സെർച്ച് എടുത്തിട്ട് കൺട്രോൾ പാനൽ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കൺട്രോൾ പാനൽ വരും. സോ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ചില ടൈമിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ നേരം ഇവിടെ വ്യൂ ബൈ കാറ്റഗറി ഇതായിരിക്കും ഡീഫോൾട്ട് വ്യൂ കിടക്കുന്നത്. ഇനി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് Windows 11 ആണ്. ഇപ്പോൾ നിങ്ങളുടെ വിൻഡോസിന് അനുസരിച്ചിട്ട് ഈ ഒരു സെറ്റിങ്സിനോ ഇതിൻ്റെ വ്യൂവിനോ മാറ്റം ഉണ്ടാകാം. അതേപോലെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വിൻഡോ വേർഷൻസിനകത്തും ഈ ഒരു വ്യൂവിന് മാറ്റം ഉണ്ടാകാം. എങ്കിലും ഇത്രയും നാൾ ഇറങ്ങിയ വിൻഡോസിൻ്റെ സെറ്റിങ്ങും മറ്റും വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ ഏതൊരു സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ പാനൽ പോവുക. അവിടെ ഇങ്ങനെ പ്രോഗ്രാംസ് അൺഇൻസ്റ്റാൾ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിനുള്ളിൽ കയറിയിട്ടാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ജസ്റ്റ് യൂട്യൂബിലോ ഗൂഗിളിലോ മറ്റോ ഹൗ ടു അൺഇൻസ്റ്റാൾ എ പ്രോഗ്രാം ഫ്രം വിൻഡോസ് ആ വേർഷൻ ഏത് വിൻഡോസിൻ്റെ വേർഷനോ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ഇഷ്ടംപോലെ എൻട്രീസ് കിട്ടും. ഓക്കെ, സോ നിലവിൽ ഇത് Windows 11 അതിന് മുന്നോട്ടുള്ള എല്ലാ വേർഷനും ഇതേ പ്രോസസ്സാണ്. നമ്മൾ കൺട്രോൾ പാനലിനുള്ളിൽ കയറിയിട്ട് പ്രോഗ്രാംസ് ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്മോൾ ഐക്കണോ ലാർജ് ഐക്കണോ ഏതിട്ടാലും അപ്പോൾ അതങ്ങ് എക്സ്പാൻഡ് ആവും. നേരത്തെ നമ്മൾ വ്യൂവിൽ കാറ്റഗറി ബേസാണ് എല്ലാം അറേഞ്ച് ചെയ്ത് കിടക്കുന്നത്. ഗ്രൂപ്പ് ചെയ്തിട്ടേക്കുവാണ്. സ്മോൾ ഐക്കണോ അല്ലെങ്കിൽ ലാർജ് ഐക്കണോ കൊടുത്താൽ അതിനുള്ളിൽ കിടക്കുന്ന എല്ലാം ഇങ്ങനെ എക്സ്പാൻഡ് ആയി വരും. ഇതിനുള്ളിൽ ഈ ഓപ്ഷൻ പ്രോഗ്രാം ആൻഡ് ഫീച്ചേഴ്സ് ഇതാണ് നമുക്ക് വേണ്ടത്. സോ അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ സോഫ്റ്റ്വെയർസും കിടപ്പുണ്ട്. ഇവിടെ ഇൻസ്റ്റാൾഡ് ഓണിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറും ആവും ഇൻസ്റ്റാൾ ചെയ്ത ഡേറ്റ് അനുസരിച്ചിട്ട്. ഓക്കെ, സോ ഇവിടെ ഡേറ്റ് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആണിത്. ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് 20.12 ആണ്. സോ ഇത് 21.12. സോ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ മുകളിൽ അൺഇൻസ്റ്റാൾ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതിൽ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ വരെ ഇവിടെ എസ് കൊടുക്കുക. അൺഇൻസ്റ്റാൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എസ് കൊടുക്കുക. അൺഇൻസ്റ്റാളേഷൻ നടക്കുകയാണ്. അത് അൺഇൻസ്റ്റാൾ ഓക്കെ അടിക്കുക. അത് പോയി. സോ ഇങ്ങനെയാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ, അത് ഏതൊരു സോഫ്റ്റ്വെയർ ആയാലും വിൻഡോസിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സെയിം പ്രോസസ്സാണ് ഇത്. ഇനി വീണ്ടും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും? ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു ഒറക്കിളിൻ്റെ ഡെലിവറി വെബ്സൈറ്റിൽ കയറുക, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയർ ഇവിടെ കിടപ്പുണ്ട്. സോ ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. PC പ്രൊഫഷണൽ ഇവിടെ ഇതാണ് സെറ്റപ്പ് ഫയൽ. സോ അത് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ ഞാൻ അഡ്വാൻസ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ റീപ്ലേസ് ഞാൻ അൺടിക്ക് ചെയ്യുന്നു. കഴിഞ്ഞതിനകത്ത് ഞാൻ ടിപ്പിക്കൽ വെച്ചിട്ടാണ് പോയത്. ഇപ്പോൾ ഞാൻ അഡ്വാൻസ് എടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് ഞാൻ ആ വിഷ്വലൈസർ വേണ്ട, അതേപോലെ ഇവിടെയുള്ള ഇതും വേണ്ട, ജസ്റ്റ് P6 മാത്രം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, P6ഉം ഈ .NET ഫ്രെയിം ഇത് നമുക്ക് എന്തായാലും വേണം. സോ അത് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്. എന്നിട്ട് ഇൻസ്റ്റാൾ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തു. റൺ ഡേറ്റാബേസ് ഓക്കെ. ഇവിടെ പുതിയൊരു കണക്ഷൻ ആഡ് ന്യൂ. നെക്സ്റ്റ് ഇവിടെ അഡ്മിൻ നെക്സ്റ്റ് ഇവിടെ ഡിഫോൾട്ട് ലൊക്കേഷനാണ്, സാമ്പിൾ ഡേറ്റ വേണ്ട. ഇവിടെ സേവ് എടുക്കുക. കഴിഞ്ഞ സെഷനിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഓടിച്ച് പറഞ്ഞു പോകുന്നത്. കഴിഞ്ഞു. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുക. നമ്മൾ പ്രൈമർ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഇവിടെ വന്നിട്ട് ജസ്റ്റ് P6 എന്നോ പ്രൈമറോ എന്നോ ടൈപ്പ് ചെയ്താൽ അതിൻ്റെ എൻട്രി വരും. കണ്ടോ, ഇപ്പോൾ ഇവിടെ 21 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. 21ൻ്റെ വിഷ്വലൈസറോ മറ്റൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇതിൻ്റെ 21ൻ്റെ കൂടെ തന്നെ വിഷ്വലൈസറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറിൻ്റെയാണ് ഈ കിടക്കുന്ന 3 എണ്ണം. അതായത് 20 എന്ന് പറഞ്ഞ വേർഷൻ്റെയാണ് 1, 2, 3 ഈ 3 എണ്ണം. 21 ലേറ്റസ്റ്റ് വേർഷൻ്റെ ഈ ഒരൊറ്റ ഫയൽ മാത്രമേ ഉള്ളൂ. സോ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ അഡ്മിൻ ഇത് ഓക്കെ അടിക്കുക. ഇത് മാറ്റാനുള്ള സെറ്റിംഗ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അഡ്മിനിൽ പോവുക, പ്രിഫറൻസ് എടുക്കുക, ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അടുത്ത സെറ്റിംഗ് ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ആഡ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വ്യൂവിൽ പോയിട്ട് ഗ്രൂപ്പ് ആൻഡ് സോർട്ട് എടുത്തിട്ട് ഇവിടെ W എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് അതായത് WBS സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. എന്നിട്ട് വീണ്ടും പ്രൊജക്റ്റ് വിൻഡോയിൽ വരിക. ഈ ഒരു പ്രൊജക്റ്റ് ഡിലീറ്റ് ചെയ്തോളാം. ഓക്കെ, ആ ഇനിഷ്യൽ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തു, വീണ്ടും ഇൻസ്റ്റാളും ചെയ്തു. സോ എന്തിനാണ് ഈ ഒരു പ്രൈമറ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ സപ്പോർട്ടിംഗ് വീഡിയോ വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇത് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.